ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജൂൺ 10 ആട്ടോ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. മാത്രമല്ല, ഇനിയാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു സ്റ്റോറി പറയാം. എനിക്ക് ആക്ച്വലി ഡ്രസ്സ് വേണമായിരുന്നു. അതായത് ബർത്ത്ഡേക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഡ്രസ്സ് വേണമായിരുന്നേ. ഞാൻ അതുകൊണ്ട് തന്നെ സവാനയിൽ നിന്ന് ഡ്രസ്സും ഇയറിങ്സും ആം കഫ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഒരു 10 to 13 ഡേയ്സ് ആ ഒരു ഡേയ്സിനുള്ളിൽ വരുമെന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ്. പക്ഷേ എങ്കിൽ ജൂൺ 8 ആയിട്ടും 9 ആയിട്ടും എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഡ്രസ്സ് കിട്ടാത്തതോട് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷേ സമയം ശരിയല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഐറ്റം വന്നില്ല. അതുകൊണ്ട് തന്നെ 9 രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവനും കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ. 2 സ്റ്റുഡിയോയിൽ കയറി, പക്ഷേങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ 2 സ്റ്റുഡിയോയിലും കയറി ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനും വെപ്രാളൊക്കെ അങ്ങ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം തന്നെ ഡ്രസ്സ് എടുത്ത് എല്ലാം ചെയ്താലാണ് ഫോട്ടോസ് എല്ലാം എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ജൂൺ 10 ഇതൊക്കെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച കാര്യമാണ്, ഇനി കയറുന്ന 3ാമത്തെ കട മാക്സ് ആയിരിക്കും. മാത്രമല്ല ആ കടയിൽ നിന്ന് തന്നെ ഞാൻ എന്തായാലും തുണി എടുത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറേ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫുള്ള്. ഇവനാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ഗേൾസിൻ്റെ കൂടെ ഒന്നും ഡ്രസ്സ് എടുക്കാൻ പോകാത്തത് കൊണ്ട് തന്നെ ഇവന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും ഞാൻ ഓരോ ഡ്രസ്സ് കാണുമ്പോഴും ജസ്റ്റ് ഒന്ന് അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാമല്ലോ. അങ്ങനെ ലാസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ 3-4 ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്തു. ആ ഡ്രസ്സാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ റേറ്റ് 1500 ആയിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടും ഭയങ്കര കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം ഞാനൊരു ലിറ്റിൽ ബിറ്റ് നെർവസ് ആയിരുന്നു. എങ്കിലും ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ ബില്ലടിച്ച് അവിടുത്തെ ട്രയൽ റൂമിൽ കയറി തന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കിനി നേരെ ഫോട്ടോസ് എടുക്കാനാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇത് കവറിലാക്കി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വൈറ്റിലുള്ള എപ്പിക് പോയട്രി കഫേലാട്ടോ. ഈ ഒരു കഫേയിൽ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു ആംബിയൻസും എല്ലാം ഇവിടെ തന്നെയായിരിക്കും നല്ലതെന്ന് ഇവനാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ നേരെ എപ്പിക് പോയട്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതോ ടെൻഡർ ആൻഡ് ഡേറ്റ്സിൻ്റെ ഒരു കേക്കായിരുന്നു. പിന്നെ ഒരു ലാറ്റയും അതുപോലെ തന്നെ ഒരു മൊയ്ത്തോസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്ത ഡ്രസ്സ് വന്നില്ലെങ്കിലും ഈ ഒരു ഡ്രസ്സ് വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു സമയത്താണ് പ്രത്യേകിച്ച് റിഗ്രറ്റ് അടിക്കാതെ നൈസായിട്ട്, അതായത് കൂളായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നേരെ കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ നേരെ തന്നെ കണ്ടോളൂ. കണ്ടില്ലേ, അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന് പിന്നെ പൊതുവേ സ്വീറ്റിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫോട്ടോസ് എല്ലാം കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാനും അവന് ഫോട്ടോ എടുത്തു. അവൻ്റെ അത്രയും ആ ഒരു ലെവലിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവന് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറച്ച് നേരം ടാറ്റു കഥകളെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഷോർട്സ് കൂടെ വേണമായിരുന്നു. അപ്പം ഞാൻ അത് എടുക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളിന്ന് രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വേസ്റ്റ് ആയിട്ടില്ല. സവാനയിൽ നിന്ന് ഓർഡർ വന്നില്ലെങ്കിലും ഈ ഒരു ഡ്രസ്സ് എടുത്തതും നേരെ ഇങ്ങോട്ട് വന്ന് കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റിഗ്രറ്റ് ഇല്ല, ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് കേട്ടോ. കാരണം അന്ന് മഴ ഉണ്ടായിരുന്നില്ല, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ലീവ്ലെസ് ഇട്ടിട്ട് നമുക്ക് റോഡിലൂടെ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ 2 കൈയിലും നല്ലപോലെ ടാൻ അടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് അവിടുത്തെ വാഷിംഗ് റൂമിൽ വെച്ച് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ കുർത്ത തന്നെയാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ സമയം പോയതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് സമയം നോക്കിയത്. അപ്പോഴേക്കും സമയം ഒരു 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു.
ഇനി എന്തെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണമായിട്ട് കഴിച്ചാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു എനർജി തിരിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കയറിയിട്ടുണ്ടായിരുന്നത് കുഴിമന്തി കഴിക്കാനാണ്. അതും അൽറീമിൽ പോയിട്ട് തന്നെ ഞങ്ങൾക്ക് കുഴിമന്തി വേണമായിരുന്നു. അങ്ങനെ നേരെ ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്, അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ മനസ്സിൽ വിചാരിക്കും, ഇതൊക്കെ എന്ത് തിരക്ക്, കുഴിമന്തി അല്ലെങ്കിൽ അൽഫാം മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് നിൽക്കുന്നതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണോ? അല്ല, ഞങ്ങളങ്ങനെ വലിഞ്ഞു കയറി ചെന്നു. ഏതോ 2 കസ്റ്റമേഴ്സ് ഫുഡെല്ലാം കഴിച്ചിട്ട് അവരെണീച്ചപ്പോഴേക്കും ഞങ്ങൾ ഓടിച്ചെന്ന് ആ ഒരു സീറ്റിൽ കയറിയിരുന്നു. കാരണം ഇനി ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ 2 പേർ ഇരിക്കുന്ന ആ ചെയറിലാണ് ഞങ്ങൾ വേഗം പോയി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് വരുന്ന സമയം വരെ ആ ഒരു മയോണൈസ് വെച്ചിട്ട് ഞങ്ങൾ ഡിസൈൻ എല്ലാം വരച്ച് വിളിക്കുമായിരുന്നു അവിടെ കിടന്ന്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തിയാണ്, കുഴിമന്തിയല്ല. അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് എന്നാണ് അവനിപ്പോൾ കാണിച്ചത്. ഇനി ഇത് കഴിച്ച് തീരുന്നത് വരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഫുഡെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. അൺലിമിറ്റഡ് റൈസൊക്കെയാണ്, അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഇതാണ് എൻ്റെ കുറച്ച് ഫോട്ടോസ്. ഗായ്സ്, ഇന്ന് ജൂൺ 10 അതും വെളുപ്പിന് 12 മണിക്ക് കേട്ടോ. ഭയങ്കര ഒരു സർപ്രൈസാണ് ഇത്തവണത്തെ ഒരു ബർത്ത്ഡേക്ക് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഇതുവരെയുള്ള 22nd വരെയുള്ള ബർത്ത്ഡേന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ ഈ ഒരു 23rd ബർത്ത്ഡേ. 12 മണിക്ക് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊരു സർപ്രൈസ് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ കസിൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് കൂടിയിട്ടാട്ടോ ഇതെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരൻസും അതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളപ്പോഴും ഞാൻ എപ്പോഴും ലക്കി തന്നെയാണ്. ഞാൻ അതിനോട് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി ഇവിടെ എന്താ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. 12 മണിയപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങ് ദുബായിൽ നിന്ന്. അത് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. ഇനി ഇവിടെ എന്താ നടന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടോളൂ. പിന്നെ ഒരു കാര്യം കൂടെ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സർപ്രൈസും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടും എൻ്റെ പാരൻസിനോടും താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.